ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഫംഗ്ഷന് പോകട്ടെ. ഞാനും ഉമ്മ മോള് പിന്നെ നൂഹ മോള് നമ്മളിങ്ങനെ പോണത് ബസ്സിലാണ്. കുറേ കാലത്തിന് ശേഷം അമ്മച്ചിനും കുട്ടിയൊക്കെ ബസ്സിൽ കയറണം കേട്ടോ. കാരണം ആർക്കും ഒഴിവില്ല. നമ്മൾ നേരത്തെ പോയത്. ആണുങ്ങളൊക്കെ അങ്ങോട്ടേക്ക് എത്തിക്കോളാന്നാണ് പറഞ്ഞത്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു നിശ്ചയ പരിപാടി കേട്ടോ. ഉമ്മാൻ്റെ ആങ്ങളുടെ മോൻ്റെതാണ്, അതായത് കൻ്റെ ഉമ്മാൻ്റെ ആണുങ്ങളത്. നമ്മളെ വീട്ടിൽ നിന്ന് ആകപ്പാടെ ഒരു 10 മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ബസ്സിൽ പോകണമെന്നാണ് നല്ലതെന്ന് വിചാരിച്ചു. അവിടെ എത്തിയപാടെ ഡുഡ് സെട്ടുക്കാക്കിയൊക്കെ അവിടെയൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട്, വൃത്തിയാക്കുന്നുണ്ട്, പന്തൽ സെറ്റാക്കുന്നുണ്ട്. ഇതിലൊരാളാട്ടോ പ്യാപ്ലത. ഈ കാണുന്ന ആളാണ് പ്യാപ്ല. നമ്മളവിടെ നേരത്താണ് എത്തണമെങ്കിൽ നമ്മളെക്കാളും നേരത്തെ ഉമ്മാൻ്റെ അടുത്ത് മരുകളൊക്കെ വന്നേനു കേട്ടോ. ഇത് ദുവമോള് സുന്ദരിയായിട്ട് നടക്കുകയാണ്. പിന്നെ എല്ലാവരും കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് അടുക്കള തന്നെയാണ് എല്ലാവരും ഉണ്ടായിരുന്നു. അവർ നിസ്കാരം കഴിഞ്ഞിട്ട് വരുമെന്നാണ് പറഞ്ഞെങ്കിലും ആൾക്കാർ നല്ല നിരവീട്ടായിട്ട് വന്നത്. എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. നമ്മളൊക്കെ നേരത്താണ് വന്നെങ്കിൽ വീട്ടിലുള്ളവരിപ്പോൾ മാറ്റണുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് റാഷിദയെ വിളിക്കുന്നതാണ്. ഇതാണ് പിഞ്ചു. ഇപ്പം നിശ്ചയം നടക്കാൻ വേണ്ട ചെക്കൻ അനിയത്തിയാണ് കേട്ടോ ഇയാൾ. അങ്ങനെ അവർ വരാനുള്ള ടൈമായിട്ടോ. പുറത്ത് എല്ലാം സെറ്റായി, ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മളെല്ലാവരും കാത്തുക്കാണ്. അവർ വരാൻ ടൈമായപ്പോഴത്തേക്ക് ധൃതിയായിട്ടോ. എല്ലാവർക്കും ഫുഡ് എടുത്തേക്കുന്നുണ്ട്, ഒരു ഭാഗത്തു നിന്ന് വെള്ളം എടുത്തേക്കുന്നുണ്ട്. എല്ലാവരും ഓരോരോ തിരക്കിലാണ്. അങ്ങനെ ടൈം ഒരു 2:30 ആയപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരെത്തിയിട്ടോ. അവരൊരു 10-25 ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അവരെ വെൽക്കം ചെയ്ത് വേഗം ഉള്ളിലേക്ക് കയറ്റുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാ സ്ഥലത്തും നേരത്തെ എത്തുന്ന ആളായതിനെക്കൊണ്ട് ഇന്ത്യക്കാകെ ഭയങ്കര നേരത്തെ എത്തിയത്. ആളത് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നാട്ടൊന്നും വരുന്നത് ഭയങ്കര എൻട്രിയാണ്. പിന്നെ എല്ലാവരും കൂടി കൂടിയിരുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഏപ്രിൽ 26 ഇവരെല്ലാവരും കൂടി ഫിക്സ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോയി. നമ്മൾ പെണ്ണുങ്ങളെല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് അവർക്ക് കഴിക്കാൻ വേണ്ടി ഫുഡിങ്, അതേപോലെ ഫ്രൂട്ട്സ്, കുറേ കാര്യങ്ങളൊക്കെ സെറ്റാക്കി. മുട്ടമാല, മുട്ടസുർക്ക എല്ലാം ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നോമ്പായതുകൊണ്ട് എനിക്ക് കഴിക്കാനും പറ്റില്ല. പിന്നെ എല്ലാം കണ്ട് ആസ്വദിച്ച്. പക്ഷെ എല്ലാം പാക്ക് ചെയ്ത് കേട്ടോ ഞാൻ. അങ്ങനെ പെണ്ണിൻ്റെ വീട്ടുകാർ വന്ന് ഇറങ്ങിയപാട് നമ്മൾ ചെക്കൻ്റെ വീട്ടുകാരെല്ലാവരും കൂടി അടയുന്നുണ്ട്. അതായത് വീട്ടിലുള്ളവരൊക്കെ ഫുഡ് കഴിക്കായിരുന്നു. എല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ട്. കാരണം ടൈം 4 മണിക്കാണ് എല്ലാവരും ഫുഡ് കഴിക്കുന്നത്. ജവാദ്, ഉമ്മ, അതേപോലെ ഉമ്മ, മോള് എല്ലാവരും ഇരുന്നിക്കാണ്. പിന്നെ എനിക്ക് നോമ്പ് അതിനെക്കൊണ്ട് നോക്കിക്കാനും വീഡിയോ എടുക്കാനും എനിക്ക് പറ്റില്ല. അനിയത്തി അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും നേരെ വീട്ടിലേക്കാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വൈൻഡപ്പ് ചെയ്യണൊക്കെ. ബൈ.